we are going to learn ഒരു ഇൻഫോർമൽ ലെറ്ററാണ്. എപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, പ്രത്യേകിച്ചും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇൻഫോർമൽ ലെറ്റർ എഴുതാനായിട്ട്. അപ്പം നമുക്കതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇൻഫോർമൽ ലെറ്ററിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഇവിടെ Wonka writes a letter to his grandpa expressing his miserable life at the shoemaker's house. അതായത് ഷൂമേക്കേഴ്സിൻ്റെ ഹൗസിൽ ഉള്ള ഒരു എന്താ പറയുക, അവിടെ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, മിസറബിൾ എന്ന് പറഞ്ഞാൽ വളരെ ദുരിതങ്ങളെക്കുറിച്ച്, ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ ആ ലെറ്റർ എഴുതാനായിട്ട് ആ ലെറ്റർ ഫോമാറ്റാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആൻഡ് ഇവിടെ നോക്കിക്കേ, ദർ ഇസ് നോ വേർഡ് ലൈക്ക് ഫ്രം എന്നുള്ള വാക്ക് ഇവിടെ ഇല്ല. അതുപോലെ തന്നെ നെയിം ഓഫ് ദ പേഴ്സണും നമ്മൾ എഴുതിയിട്ടില്ല. പക്ഷേ അതിന് പകരം എഴുതിയിരിക്കുന്നത് എന്താണ്? ജസ്റ്റ് അഡ്രസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അല്ലേ? വി വിൽ നെവർ റൈറ്റ് ദ വേർഡ് നെയിം, വി വിൽ നെവർ റൈറ്റ് നെയിം ഓഫ് ദ പേഴ്സൺ, വി ഷുഡ് റൈറ്റ് ഓൺലി അഡ്രസ്സ് മാത്രമാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്, അല്ലേ? നോക്കിയേ, റോസ് വില്ല, മെയിൻ റോഡ്, 14th October 2019. ദെൻ അപ്പം ഇത് അഡ്രസ്സാണ്, റോസ് വില്ല മെയിൻ റോഡ് എന്ന് പറയുന്ന ഈ ഒരു അഡ്രസ്സ്. ആരാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സാണ് എഴുതേണ്ടത് ഇൻഫോർമൽ ലെറ്ററിൽ. 2 അഡ്രസ്സ്, ഫോർമൽ ലെറ്ററിലാണെങ്കിൽ 2 അഡ്രസ്സും വരും. അതായത് സെൻഡേഴ്സ് അഡ്രസ്സും വരും, റിസീവേഴ്സ് അഡ്രസ്സും വരും. ബട്ട് ഇൻ കേസ് ഓഫ് ഇൻഫോർമൽ ലെറ്ററിൽ യു ഹാവ് ടു റൈറ്റ് ഓൺലി സെൻഡേഴ്സ് അഡ്രസ്, ദാറ്റ് ഇസ് റോസ് വില്ല ആൻഡ് മെയിൻ റോഡ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ എഴുതേണ്ടത്? ഡേറ്റ് ആണ് എഴുതേണ്ടത്. 14th October 2019 എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് അവിടെ വരിക. പിന്നെ യു ക്യാൻ റൈറ്റ് ദി സല്യൂട്ടേഷൻ. ആഫ്റ്റർ ദ സല്യൂട്ടേഷൻ യു ക്യാൻ പുട്ട് എ കോമ, ഒരു കോമ ഇടാം സല്യൂട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ, ഐ എം റൈറ്റിംഗ് ലെറ്റർ വിത്ത് എ സ്പെഷ്യൽ പേർപ്പസ്. ഈ ഒരു സംഭവം ഇത് നിങ്ങൾക്ക് കാണാതെ തന്നെ പഠിച്ചിട്ട് നമുക്ക് അവിടെ എഴുതാനായിട്ട് പറ്റും. ഐ എം നോട്ട് വെൽ, ഐ എം വെരി സാഡ്, മൈ മാസ്റ്റർ ഇസ് ക്രൂവൽ ആൻഡ് ഹി ഹിറ്റ്സ് മീ, മൈ ലൈഫ് ഇസ് എ മിസറബിൾ ഹിയർ. ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആ ഒരു ലെറ്റർ എഴുതേണ്ട. വളരെ സിമ്പിൾ സെൻറ്റൻസിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അതായത് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസിൽ നമുക്ക് ഇൻഫോർമൽ ലെറ്റർ എഴുതാം. ബിക്കോസ് ഇറ്റ്സ് ഇൻഫോർമൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർണമെൻറ്റലായിട്ടൊന്നും എഴുതേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഇൻഫോർമൽ ലെറ്റർ എഴുതാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ 2 അഡ്രസ്സ് വരത്തില്ല, അവിടെ സെൻഡേഴ്സ് അഡ്രസ്സ് മാത്രമേ വരത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് യു ഹാവ് ടു ഗീവ് എ ഡേറ്റ്, ഒരു ഡേറ്റ് കൊടുക്കണം. അതുപോലെ വി വിൽ നെവർ റൈറ്റ് ദ വേർഡ് ഫ്രം, വി വിൽ നെവർ റൈറ്റ് നെയിം ഓഫ് ദ പേഴ്സൺ ആൻഡ് ജസ്റ്റ് റൈറ്റ് ദി അഡ്രസ്. ദെൻ യു ക്യാൻ ഗീവ് എ ഡേറ്റ്, ദെൻ ഒരു കണ്ടൻറ്റ് കൊടുക്കുക. ഏറ്റവും അവസാനം ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് എഴുതുമ്പോഴത്തേക്കും സാധാരണയായിട്ട് കണ്ടുവരുന്നൊരു മിസ്റ്റേക്കാണ്. സാധാരണയായിട്ട് ക്ലോസിങ്ങിൽ ഇവിടെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് ലവിംഗ്ലി, ഇതിപ്പോൾ ഇൻഫോർമൽ ആയതുകൊണ്ടാണ് നമ്മൾ ലവിംഗ്ലി കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ യുവേഴ്സ് ലവിംഗ്ലി ഒക്കെ എഴുതുന്ന സ്ഥലത്ത് വൈ എന്ന് പറയുന്ന സാധാരണയായിട്ട് സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതുന്നത്. ഡോണ്ട് ഡു ദാറ്റ്, അങ്ങനെ എഴുതരുത്. വൈ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം എപ്പോഴും വൈ പോവേണ്ടത്. അതുപോലെ തന്നെ ലവിംഗ്ലി എന്ന് പറയുന്നത് അവിടെ എന്താണ്, എൽ എന്ന് പറയുന്ന സ്മോൾ ലെറ്ററിലും. ഓക്കെ, ആൻഡ് വൈ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൽ സ്മോൾ ലെറ്റർ. സോ ദെൻ നെയിം. ഇതാണ് എന്തിൻ്റെ ഫോമാറ്റ്, ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. I hope that you guys have got an idea about informal letter. ഒന്നും കൂടെ മിസ് പറയാണ്, ഇൻഫോർമൽ ലെറ്റർ തരികയാണെങ്കിൽ വിട്ട് കളയരുത്. കാരണം അതിന് മാർക്ക് കിട്ടുന്നതാണ്. അധികം ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അതിൻ്റെ ഫോമാറ്റ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. സോ സെൻഡേഴ്സ് അഡ്രസ്സ് നമ്മൾ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഡേറ്റ് നമ്മൾ കൊടുക്കുന്നു, പിന്നീട് നമ്മൾ അതിൻ്റെ സല്യൂട്ടേഷൻ കൊടുക്കുന്നു, സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് ഒരു കണ്ടൻറ്റ് നമ്മൾ കൊടുക്കുന്നു, ഏറ്റവും അവസാനം ക്ലോസിങ്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ വൈ ഷുഡ് ബി ക്യാപിറ്റൽ ആൻഡ് എൽ സ്മോൾ. ഓക്കെ, ദെൻ നെയിം. So this is the format of informal letter. Okay.